യെരമ്യ 17:7. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുകയാണ്: കർത്താവിൽ ആശ്രയിക്കുന്നവൻ അനുഗ്രഹീതൻ, അവന്റെ പ്രത്യാശ അവിടുന്ന് തന്നെ. അവൻ ആറ്റരികത്ത് നട്ട മരം പോലെയാണ്, അത് വെള്ളത്തിലേക്ക് വേരൂന്നിയിരിക്കുന്നു. അത് വേനൽക്കാലത്തെ ഭയപ്പെടുന്നില്ല, അതിന്റെ ഇലകൾ എന്നും പച്ചയാണ്. വരൾച്ചയുടെ കാലത്തും അതിന് ഉത്കണ്ഠയില്ല, അതെല്ലാം ഇപ്പോഴും ഫലം നൽകിക്കൊണ്ടേയിരിക്കുന്നു. പ്രിയപ്പെട്ട ദൈവത്തിന്റെ ജനമേ, ദൈവത്തിന്റെ വചനം ധ്യാനിക്കുന്നവൻ, ദൈവത്തിന്റെ വചനം നെഞ്ചിലേറ്റെടുത്തിരിക്കുന്നവൻ ആറ്റരികത്ത് നട്ട മരം പോലെയാണ്. യഥാകാലം ഫലം തന്നുകൊണ്ടേയിരിക്കും. ഹല്ലേലൂയ. ഒരു അനുഗ്രഹമില്ലാത്ത ഒരു മരവിപ്പിലൂടെയാണോ നീ കടന്നു പോകുന്നത്? നിന്റെ മുൻപിൽ ഒരു പ്രതീക്ഷയുമില്ല എന്ന് നിനക്ക് തോന്നി തുടങ്ങിയോ? ഉറ്റവരെയും ഉടയവരെയും നീ വിട്ടകന്ന് ദൂരദേശത്ത് ഒത്തിരി ദൂരെ നീ ജോലി തേടിപ്പോയ മകളാണ്. ഇന്ന് നീ ജോലിയില്ലാതെ വലയുന്ന കാലഘട്ടം. നിന്റെ ജീവിതത്തിൽ ഒരു ഇരുൾ മൂടിയോ? മനസ്സ് തളർന്ന് നീ കരയുകയാണോ? നിന്റെ മനസ്സ് മുഴുവൻ ഇരുട്ടായോ? നീ ആകെ ഒറ്റപ്പെട്ടോ? നിന്റെ ജീവിത പങ്കാളി രോഗിയായി, നിന്റെ അമ്മയുടെ ഓപ്പറേഷൻ നിന്റെ ഹൃദയത്തിൽ വേദനയായി, നിന്റെ കൈക്കുഞ്ഞ് ആരുമില്ലാതെ, നിന്റെ സാന്നിധ്യമില്ലാതെ നിന്റെ ഭവനത്തിൽ ഒറ്റയ്ക്കായി. അല്ലയോ മകളെ, ഈ ഇരുളിനെ കീഴടക്കി ഇതാ ഒരു വെളിച്ചം കടന്നു വരികയാണ്. ഞാൻ ലോകത്തിന്റെ പ്രകാശമാണെന്ന് അരുളി ചെയ്തവൻ, എന്നെ അനുഗമിക്കുന്നവൻ ഒരു നാളും അന്ധകാരത്തിൽ ആയിരിക്കുകയില്ല എന്ന് അരുളി ചെയ്തവൻ, നിന്റെ വേദന അറിയുന്ന ഒരു ദൈവം, നിന്റെ ഉള്ളിൽ പ്രകാശമയക്കുവാൻ, ഇലകൊഴിഞ്ഞ് തളിരിടാത്ത നിന്റെ ജീവിതത്തെ ഒന്ന് കരുപിടിപ്പിക്കുവാൻ, നിന്റെ ജീവിതത്തെ ഒന്ന് അനുഗ്രഹിക്കുവാൻ ഇതാ കാൽവരിനാഥൻ കടന്നു വരികയാണ്. ഇരുളു വീണ നിന്റെ മനസ്സിൽ ഭയത്തോടെ ഓരോ നിമിഷവും നീ കഴിച്ചുകൂട്ടുന്ന സമയത്ത്, നിന്റെ റൂമിൽ നീ ഒറ്റയ്ക്കായി ആരെയോ നീ ഭയപ്പെടുന്നു. ചില കാലടി ശബ്ദം നിന്റെ ഉള്ളിൽ വേദനയായി, നീ ഒറ്റപ്പെട്ടു എന്ന് നിനക്ക് തോന്നി തുടങ്ങി. മോളെ, നിന്റെ ജീവിതം ഇതാ മാറിമറിയാൻ പോവുകയാണ്. ഇതൊരു അനുഗ്രഹത്തിന്റെ സമയമാണ്. ഇതൊരു വിടുതലിന്റെ സമയമാണ്. ഇരു കരങ്ങളും നെഞ്ചോട് ചേർത്ത് പിടിക്കാം. പരിശുദ്ധ അമ്മയെ പോലെ കർത്താവിന്റെ ദാസി എന്ന് വിളിച്ചു പറയാം. നിന്റെ ജീവിതം മാറുകയാണ്.
മനസ്സുമായി മനമൊരുകി നിൽക്കവേ യേശുവേ ജീവനേ കാൽവരിയിലെ സ്നേഹമേ നീ വരൂ വചനമേ ൂരിയോരി കൊഴിഞ്ഞ മരത്തണ നമുക്ക് ചേർന്ന് പാടാം. ഇതാ കാൽവരിനാഥൻ വരികയാണ്. നിനക്കായി കീറി മുറിഞ്ഞവൻ ഒന്നനങ്ങാൻ പോലും ആകാതെ കുരിശിൽ അവൻ കിടന്നുകൊണ്ട് ഒരൽപ്പം ദാഹജലത്തിന് വേണ്ടി നിനക്ക് വേണ്ടി നിന്റെ ജീവിതത്തെ ഒന്ന് രക്ഷിക്കുവാൻ ദാഹജലത്തിന് പകരമായി കയ്പുകാടി കൈപ്പുനീരിൽ തെളിയുമാ മുൾമുടി ചൂടിയ നിൻമുഖം തിരുമുഖത്തിൽ നിന്നൊഴുകുമാ തിരുനിറത്താൽ കഴുകുമോ കരുണയേഴും വിധികളുമാ കൊഴിഞ്ഞ മരത്തണലിൽ പറയുന്ന നിഴൽ പോലെ ഞാൻ ഇരുളു വീണ മനസ്സുമായി മനമൊരുകി നിൽക്കവേ യേശുവേ ജീവനേ കാൽവരിയിലെ സ്നേഹമേ നീ വരൂ വചനമേ ൂരിയോരി ഇതാ കാൽവരിനാഥൻ അവൻ ഉയർത്തെഴുന്നേറ്റു. മകളെ നിനക്കായി സകല മാനവരാശിക്കായി പ്രകാശമായി അവൻ കടന്നു വരികയാണ്. അവന്റെ മുൻപിലെല്ലാം മുട്ടും മടങ്ങും. നമുക്ക് ചേർന്ന് പാടാം. ജീവിതത്തിലെ കൊഴിഞ്ഞ മരത്തണലിൽ പറയുന്ന നിഴൽ പോലെ ഞാൻ ഇരുളു വീണ മനസ്സുമായി മനമൊരുകി നിൽക്കവേ യേശുവേ ജീവനേ കാൽവരിയിലെ സ്നേഹമേ നീ വരൂ വചനമേ ൂരിരുളിൽ ദീപമായി ൂരിരുളിൽ ദീപമായി അവന്റെ ഒരു സ്പർശനം മാത്രം മതി. അവന്റെ ആണിപ്പഴുതേറ്റ കരം ഇതാ നിന്നെ തൊട്ടു കഴിഞ്ഞു. ഒന്ന് വിശ്വസിക്ക്, വീണ്ടും വിശ്വസിക്ക്. യേശുവിനെ നിന്നെ തൊടാൻ പറ്റും, യേശുവിനെ അനുഗ്രഹിക്കാൻ പറ്റും. ഈ ജീവൻ പോലും
സ്വന്തം ജീവൻ പോലും നിനക്കായി തന്നില്ലേ? അവനെ പോലെ മറ്റൊരുവനില്ല. ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്ക്. ജീവിതം അവനായി ഒന്ന് വിട്ടുകൊടുക്ക. ഇനി എത്ര നാൾ? സങ്കീർത്തകൻ വിളിച്ചു പറയുന്നു, ഏറിയാൽ 70, ഏറിയാൽ 80. അതിനപ്പുറം ഒരു ജീവിതമുണ്ട്, അതിനപ്പുറം ഒരു ലോകമുണ്ട്. ആഗ്രഹിക്ക്. നിത്യജീവനിൽ നിന്നെ സ്വന്തമാക്കാൻ കാത്തിരിക്കുന്ന നസ്രായന്റെ നെഞ്ചോട് നിന്റെ ജീവിതം ഒന്ന് ചേർത്ത് വെക്ക. പൊൻവെയിലിൻ ശോഭയിൽ പെയ്തിറങ്ങും മാരിപ്പോ നിറയു നീ ജീവനിൽ ചൊരിയു നീ പ്രകാശമേ പെയ്തൊഴിഞ്ഞ മാനസത്തിൽ മാരിയില്ലായി വിരിയു നീ. ഒന്ന് കണ്ണുകളെ അടയ്ക്കാം. ഇരുകരങ്ങളും ഒന്ന് നെഞ്ചോട് ചേർത്ത് പിടിക്കാം. ഈ ദൈവം എനിക്ക് സ്വന്തമാണ്. നീ എന്റെ സർവവുമാണ്. നീ തരാത്തതൊന്നും എനിക്കില്ല. എന്റെ ജീവിതം നിന്റെ ദാനമാണ്. തകർന്നുവെന്ന് തോന്നിയ സമയത്ത്, മരണത്തെക്കുറിച്ച് ഞാൻ ചിന്തിച്ചപ്പോൾ, ഒരു ദൈവദൂതനെ പോലെ എന്റെ അരികിലേക്ക് നീ അയച്ചില്ലേ? അന്നു മുതൽ ഇന്ന് വരെ എന്റെ കൈപിടിച്ച സ്നേഹമല്ലേ നീ? ചെറുപ്പത്തിലെ പിതാവ് നഷ്ടമായി കഷ്ടതയുടെ നടുവിലൂടെ കടന്നു വന്നു. നീ എന്നെ കൈവിടിഞ്ഞില്ല. ഞാൻ കടന്നുപോയ വഴികളിലെല്ലാം നീ എന്നെ താങ്ങി നടത്തി. എന്റെ അമ്മയുടെ കണ്ണുനീരിന്റെ മുമ്പിൽ എല്ലാം തകർന്നടിഞ്ഞുവെന്ന് കരുതിയ സമയം നീ എന്റെ കൈ പിടിച്ചു. നീ എന്റെ കുടുംബത്തെ താങ്ങി. നീ അല്ലാതെ ഒരു ദൈവം എനിക്കില്ല. എന്റെ അമ്മയുടെ കഷ്ടപ്പാടുകൾ രാത്രിയുടെ യാമങ്ങളിൽ പോലും തയ്യൽ മെഷീനിലും എന്റെ അമ്മ ഞങ്ങൾക്ക് വേണ്ടി കഷ്ടതയിലൂടെ കടന്നപ്പോഴും നീ എന്റെ കൈ പിടിച്ചു. ആരുടെ മുമ്പിലും തലകുനിക്കാൻ നീ ഇടവരുത്തിയില്ല. പട്ടിണിയിലും എല്ലായ്മയിലും നീ കൂടെ നിന്നു. നിന്നെ പോലൊരു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ സ്നേഹിക്കുന്ന ഒരു ദൈവത്തെ ഞാൻ കണ്ടിട്ടില്ല. നീ എന്റെ സർവവും. അതേ ദൈവമേ, നീ എനിക്കുള്ളവൻ. സത്യമാണ്. നീ എന്റെ സർവവും. എല്ലാറ്റിലും എല്ലാറ്റിലും നിൻ ജീവനിൻ പേർക്കാ തന്നതീനാ നീ എന്റെ സർവവും എല്ലാറ്റിലും. ചേർന്ന് പാടാം. യേശു ഇനി അനുഗ്രഹിക്കുന്ന ദൈവം
പാടിയേ. എനിക്കുള്ളവൻ നീ എന്റെ സർവ്വവും എല്ലാത്തിലും നിൻ ജീവനിൻ കൃപ തന്നതിനാ നീ എന്റെ സർവ്വവും എല്ലാത്തിലും നീ എന്റെ സർവ്വവും എല്ലാവരും ചേർന്ന് എനിക്കുള്ളവൻ നീ എന്റെ സർവ്വവും എല്ലാത്തിലും നിൻ ജീവനിൻ കൃപ തന്നതിനാ നീ എന്റെ സർവ്വവും എല്ലാത്തിലും തേനിലും മധുരമാ സത്യമാണ്. തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കിയാൽ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കിയാൽ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ തേനിലും മധുരമാണവൻ, തേൻകട്ടയേക്കാളും മധുരമാണവൻ. ഒന്ന് രുചിച്ചു നോക്ക്, ഒന്ന് രുചിച്ചറിയേ കർത്താവിന്റെ സ്നേഹം. ഒന്ന് രുചിച്ചറിയേ. നിന്റെ വേദനയിൽ അവൻ കൈപിടിക്കും, നിന്റെ ഒറ്റപ്പെടലിൽ അവൻ കൈപിടിക്കും. നീ എന്റെ സർവ്വവും ചേർന്ന് പാടാം നീ എനിക്കുള്ളവൻ സന്തോഷത്തോടെ. എന്റെ സർവ്വവും എല്ലാത്തിലും നിൻ ജീവനിൻ കൃപ തന്നതിനാ നീ എന്റെ സർവ്വവും എല്ലാത്തിലും നീ എന്റെ സർവ്വവും നീ എനിക്കുള്ളവൻ നീ എന്റെ സർവ്വവും എല്ലാത്തിലും നിൻ ജീവനിൻ കൃപ തന്നതിനാ നീ എന്റെ സർവ്വവും എല്ലാത്തിലും തേനിലും മധുരമാ എല്ലാവരും ചേർന്ന് തേനിലും മധുരമാ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കിയാൽ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കിയാൽ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ രുചിച്ചു നോക്കി രുചിച്ചു നോക്കിയാൽ കർത്തൻ കൃപകളെ യേശു ക്രിസ്തു മാധുര്യമാ യെശയ്യാ 43. ദൈവത്തിന്റെ വചനം നമ്മുടെ കാതുകളിൽ നമുക്ക് ഏറ്റെടുക്കാം, നമ്മുടെ ഹൃദയത്തിൽ നമുക്ക് ഏറ്റെടുക്കാം. കർത്താവ് അരുളി ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ രക്ഷിച്ചിരിക്കുന്നു, ഞാൻ നിന്നെ പേര് ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എന്റേതാണ്. സമുദ്രത്തിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ നിന്നോട് കൂടെ ഉണ്ടായിരിക്കും. നദികൾ കടക്കുമ്പോൾ അത് നിന്നെ മുക്കിക്കളയുകയില്ല. ഞാൻ നിന്റെ ദൈവമായ കർത്താവും രക്ഷകനും ഇസ്രായേലിന്റെ പരിശുദ്ധനുമാണ്. നീ എനിക്ക് വിലപ്പെട്ടവനാണ്, നീ എനിക്ക് പ്രിയങ്കരനാണ്, നീ എനിക്ക് ബഹുമാന്യനാണ്. ഭയപ്പെടേണ്ട. സമുദ്രത്തിൽ വഴിവെട്ടുന്നവൻ,
ചെങ്കടൽ വിഭജിച്ച് നിന്റെ മുമ്പിൽ പാതയൊരുക്കുന്നവൻ, ജീവിക്കുന്ന ദൈവം നിന്റെ കൂടെയുണ്ടെന്ന് വിശ്വസിക്കുക. കൊടുങ്കാറ്റടിച്ചേക്കാം, തിരമാലകൾ ഉയർന്നു പൊങ്ങിയേക്കാം, ജീവിതത്തിൽ നീ പകച്ചു നിൽക്കുന്ന സാഹചര്യം കടന്നു വന്നേക്കാം. ആരുമില്ല, ഒറ്റപ്പെട്ടു, ആരും നിന്നെ സഹായിക്കാനില്ല എന്ന് തോന്നുന്ന സമയം വന്നേക്കാം. സകലരും ഉപേക്ഷിച്ചാലും ഭയപ്പെടേണ്ട. ആരെല്ലാം നിന്നെ തള്ളിക്കളഞ്ഞാലും ഭയപ്പെടേണ്ട. പെരുവെള്ളത്തിൽ വഴിയൊരുക്കുവാൻ കരുത്തുള്ളവൻ, ചെങ്കടൽ വിഭജിച്ചവൻ, ജെറിക്കോ കോട്ട തകർത്തെറിഞ്ഞവൻ ഇതാ വിളിച്ചു പറയുന്നു, ശാന്തമാകുക. ഉയർന്നു പൊങ്ങിയ തിരമാലകളെ നോക്കി, വീശിയടിച്ച കൊടുങ്കാറ്റിനെ നോക്കി യേശു വിളിച്ചു പറഞ്ഞു, ശാന്തമാകുക. വിശ്വസിക്ക്, അവന്റെ കാൽ കീഴിൽ സകല തിരമാലകളും അമർന്നു കഴിഞ്ഞു. അവൻ സൃഷ്ടാവാണ്. സൃഷ്ടികൾ അവന്റെ മുമ്പിൽ മുട്ടുമടക്കും. പ്രിയപ്പെട്ടവരെ, സാഗരങ്ങളെ ശാന്തമാക്കിയവൻ നിന്റെ കൂടെയുണ്ട്. ഒരു നാളും നീ ഭയപ്പെടേണ്ട. എന്നും നിന്റെ കൂടെയുള്ളവൻ ഇതാ കാറ്റ് ശമിക്കുകയാ, ഇതാ തിരമാലകൾ ശാന്തമാവുകയാ. നമുക്കും പാടി ആരാധിക്കാം ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനോട് ചേർന്ന്. സാഗരങ്ങളെ ശാന്തമാക്കിയോ, ശക്തനായവൻ കൂടെയുണ്ട്. ഒന്ന് വിശ്വസിച്ചേ, കരകളടിച്ച് നിങ്ങളെല്ലാവരും ചേർന്ന് ഒരാൾ പോലും പാടാതെ ഇരിക്കരുത്. സന്തോഷത്തോടെ തിരമാലകൾ കടന്നു വരും, രോഗങ്ങൾ കടന്നു വരും, പ്രതികൂലങ്ങൾ കടന്നു വരും. സാഗരങ്ങളെ ശാന്തമാക്കിയ ദൈവം നിന്റെ അരികിൽ വരുമെന്ന് വിശ്വസിക്കുക. എല്ലാവരും ചേർന്ന് സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നുമെന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നുമെന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ജീവിതത്തിൽ ഒരു നാളും നീ വേദനിക്കണ്ട, നീ ഭയപ്പെടേണ്ട. ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിന്റെ അരികിൽ വരും. വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായവൻ, രോഗങ്ങളെ തകിടം മറിക്കുന്നവൻ, നിന്റെ അപകടങ്ങളെ മാറ്റിമറിക്കുന്നവൻ, അവൻ നിന്നെ സഹായിക്കും. യേശു സഹായിക്കും. ഇന്ന് വിശ്വാസത്തോടെ കൂടെ നമുക്ക് ഒന്നുചേർന്ന് പാടാം. ജീവിതത്തിൽ ഒരു നാളും സംഭവിക്കില്ല, കർത്താവാണ് എന്റെ ദൈവം. അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലക്കയ്യം താങ്ങി നിർത്തും. സന്തോഷത്തോടെ അവൻ എന്നെ സഹായിക്കും, ശക്തനാക്കും, വലക്കയ്യം താങ്ങി നിർത്തും. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട്
കൂടെയല്ലേ? നമ്മുടെ ദൈവം നമ്മുടെ കൂടെയില്ലേ? ഒരു നാളും നിങ്ങൾ നിശബ്ദരാകരുത്. ഈ സത്യത്തെ നിങ്ങൾ വിളിച്ചു പറയണം. ഈ സത്യത്തെ നിങ്ങൾ പ്രഘോഷിക്കണം. യേശുവല്ലാതെ മറ്റൊരു ദൈവമില്ല, മറ്റൊരു രക്ഷകനില്ല, മറ്റൊരു സഹായകനില്ല. കരങ്ങളടിച്ച് എല്ലാവരും ചേർന്ന് ജീവിതത്തിൽ ഒരു നാളും നിശബ്ദനാകില്ല. യേശുവാണെന്റെ ദൈവം. ജീവിതത്തിൽ ഒരു നാളും നിശബ്ദനാകില്ല. യേശുവാണെന്റെ ദൈവം. ഞാനെന്നും ഘോഷിക്കും സത്യമായും ക്രൂശിലെ ദിവ്യയാനം. ഞാനെന്നും ഘോഷിക്കും സത്യമായും ക്രൂശിലെ ദിവ്യയാനം. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. ഇന്നും എന്റെ കൂടെയുണ്ട്, കൂടെയുണ്ട് നാഥൻ. ഭയപ്പെടില്ല, ഞാൻ ഭയപ്പെടില്ല. സാഗരങ്ങളെ ശാന്തമാക്കിയും ശക്തനായവൻ കൂടെയുണ്ട്. യേശുവിന്റെ കരങ്ങളിലേക്ക് ജീവിതത്തെ ഒന്ന് സമർപ്പിച്ചുകൊണ്ട്, പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട്, ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മളെ പൂർണ്ണമായും ഒന്ന് വിട്ടുകൊടുക്കാം. സ്വർഗം തുറന്ന് ദൈവത്തിന്റെ സാന്നിധ്യം നമ്മുടെ മേൽ കടന്നു വരട്ടെ. പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. കൊഴിഞ്ഞ മരത്തണലിൽ മറയുന്ന നിഴൽ പോലെ ഞാൻ ഇരുളുവീണ മനസ്സുമായി മനമൊരുങ്ങി നിൽക്കവേ. യേശുവേ ജീവനേ, കാൽവരിയിലെ സ്നേഹമേ.